ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലെഷർ ടൈം. നമുക്കിന്നൊരു ആവോലിക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 ചെറിയ ഉള്ളി, അല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ശരിക്ക് നന്നായിട്ട് അരച്ച് ഞാൻ ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഞാൻ. പിന്നെ ചെറിയൊരു തക്കാളി, പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിരസത്തിന് വേണ്ടിയിട്ട് ഞാൻ കുടംപുളി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. അതിന് ശേഷം വേണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവോലി എടുത്തിടാനായിട്ട്. ഇടത്തരം ആവോലിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ആവോലിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാനെല്ലാം കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. കട്ട് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതൊന്നുകൂടെ നന്നായിട്ട് വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷമാണ് ആ അരപ്പ് തിളയ്ക്കുമ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടോ, ഈ വലിപ്പത്തിലുള്ള ആവോലിയാണ്. അത് കാരണം ഞാനത് കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാതെയാണ് ഞാൻ കറി വയ്ക്കുന്നത്. ഇത് നല്ല വൃത്തിയുള്ള മീനാണ് കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഉളുമ്പെന്ന് പറഞ്ഞാൽ വേറൊരു ചില മീനുകൾക്കൊക്കെ ഒരു പ്രത്യേക മണവും ഇതുമൊക്കെയാണ്. അത് കാരണം അങ്ങനെയുള്ള രുചികേടൊന്നുമില്ല, നല്ല സ്മെല്ലുമില്ല, നല്ല വൃത്തിയുള്ള മീനാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ ഇത് കുറേ നാളായി കിട്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കാളമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് പോയാണ് മീൻ വാങ്ങുന്നതെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ മീൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഫ്രഷ് മീനായത് കാരണം വാങ്ങി. അങ്ങനെ അത് അവർ കട്ട് ചെയ്ത് തന്നു. പിന്നെ എന്നാലും നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ച് കറുപ്പ് കളറിലെ പാട കണക്കത്തെ ഉണ്ട്. അതെല്ലാം നീറ്റാക്കി എടുക്കണം. അങ്ങനെ എല്ലാം നീറ്റാക്കി എടുത്തതാണ് കേട്ടോ. അത് അരപ്പ് വന്നിട്ടുണ്ട്. സാധാരണ ചില മീനുകൾക്കൊക്കെ നന്നായിട്ട് അരപ്പ് തിളച്ചതിന് ശേഷമേ ഇടാൻ പറ്റുള്ളൂ, ഉളുമ്പിറങ്ങുന്ന കാരണം. ഇതിന് പിന്നെ നല്ല മീനായതുകൊണ്ട് അങ്ങനെ വേണ്ട. ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ആ മീനിട്ട് കൊടുത്തു അതിനകത്ത് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കറിയാണ് ഇത്. ഇതിൻ്റെ മാംസം ഒരു പ്രത്യേക നല്ല സോഫ്റ്റ്നെസ്സാണ് ഇതിൻ്റെ മാംസത്തിൻ്റെ. കാരണം പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇതെങ്ങനെ ആയെന്ന് നോക്കാം, കറി ഓക്കെ ആയോ നോക്കാം. ഇതിൽ മിക്കവാറും തേങ്ങാപ്പാലിൽ ഒഴിച്ചാണ് റെഡിയാക്കി എടുക്കാറ്. ഞാനിത് പച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പാല് കൂടുതലുള്ള തേങ്ങയാണ് ഇത് അരച്ചിരിക്കുന്നത്. പാല് കൂടുതലുള്ള തേങ്ങയ്ക്കാകുമ്പോൾ ഒരു ചെറിയ മധുരവും എല്ലാം കൊണ്ട് നിറയെ പാലുണ്ടാവും. അപ്പോൾ ആ തേങ്ങ നല്ല വടിയെ അരച്ചാണ് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത്. അത് കാരണം അതേപോലെ തന്നെ ടേസ്റ്റ് ആകും. എന്നാലും വറ്റിച്ചെടുക്കുന്ന അത്രയും ടേസ്റ്റ് വരത്തില്ല തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്ന പോലെ. എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.